അപ്പോൾ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൂസ് ആൻഡ് ഇപ്പൂസ് വ്ളോഗ്. അപ്പോൾ ഗൈസ്, നമ്മളിന്നിപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല എപ്പോഴും പറയുന്നതാണ്. അപ്പം എന്താ വെച്ചാൽ ഞാനൊരു പർട്ടിക്കുലർ എന്താ പറയുന്ന ഒരു ഇൻറ്റീരിയർ വർക്കേഴ്സിനെ പറ്റിയിട്ട്, അതായത് ഇൻഡിവേ ഇൻറ്റീരിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനത്തെ പരിചയപ്പെടുത്തുക എന്നുള്ളൊരു ലക്ഷ്യമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം അത് പരിചയപ്പെടുത്താനുള്ള കാരണം എന്താണെന്ന് ഞാനിപ്പം പറയാം. ഓക്കെ, എൻ്റെ വീടിൻ്റെ പണി ഇപ്പോൾ ഒരു 3 മാസം മുന്നാണ് തീർന്നത്. പേരവാസ്തുവിൽ നടത്തി എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്ത് വെക്കേഷനിൽ പോയിട്ട് ഞാൻ തിരിച്ചിങ്ങ് വന്നായിരുന്നു. അപ്പം എനിക്ക് എൻ്റെ വീടിൻ്റെ വർക്ക് നടന്നതിൽ എനിക്ക് ഏറ്റവും 100% സാറ്റിസ്ഫാക്ഷൻ തോന്നിയത് ഇൻഡിവേ ഇൻറ്റീരിയേഴ്സിൻ്റെ ഇൻറ്റീരിയർ വർക്കായിരുന്നു. അപ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ നമ്മൾ പറയുന്ന പീരീഡിൽ നമ്മുടെ പണി തീർത്തു വന്നു എന്നുള്ളത് ഒന്നാമത്തെ കാര്യമായിരുന്നു. നമ്മൾ അവരുടെ വർക്കിങ്ങിനെ പറ്റി ബോധർ ചെയ്യേണ്ട ഒരു കാര്യമില്ലായിരുന്നു. അവർ പക്കയായിട്ട് വന്ന് കറക്റ്റ് സമയത്ത് വന്ന് ചെയ്ത് നമ്മുടെ എത്ര ദിവസം, ഇപ്പോൾ എനിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെല്ലുമ്പോഴത്തേക്കിന് എൻ്റെ വീടിൻ്റെ പണി ഓൾമോസ്റ്റ് ഫിനിഷായി എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. പക്ഷേ എങ്കിലും ഉണ്ടായിരുന്നു, വർക്കുകളുണ്ടായിരുന്നു. പെയിൻറ്റിങ്, പിന്നെ ഡോർസും കാര്യങ്ങളൊക്കെ, വിൻഡോസും, പിന്നെ അതേപോലെ തന്നെ ടൈലിടാനുണ്ടായിരുന്നു. ഈവൻ ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിങ് പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ടൈം വേണ്ടി വരും ഈ പണികളെല്ലാം ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടൊന്ന്. അപ്പം ഞാൻ ചെന്നത് 35 ദിവസത്തെ ലീവിന് വേണ്ടിയിട്ടാണ്. അതിനു മുമ്പേ പണി തീർത്ത് കയറി താമസം നടത്തി അതിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അതും തീർക്കണമായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ നാട്ടിൽ ചെല്ലുന്നത്. അപ്പം ഞാൻ ചെല്ലുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നിയായിരുന്നു. കാരണം ഈ വർക്കുകളൊന്നും നടന്നിട്ടില്ല. ടൈലിങ് നടന്നിട്ടില്ല, പെയിൻറ്റിങ് നടന്നിട്ടില്ല, ഇലക്ട്രിക്കൽ പ്ലംബിങ് വർക്ക് നടന്നിട്ടില്ല. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഭയങ്കര മാനസിക എന്താ പറയുക ഒരു ടെൻഷനിലാണ് ഞാൻ നാട്ടിൽ ചെന്നതും. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എനിക്ക് അതേപോലെ ആയിരുന്നു. ആ സമയത്ത് ഒരു എത്തും പിടി എനിക്ക് കിട്ടുന്നില്ല. ഇത് എങ്ങനെ തീരുമെന്നുള്ളത് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ ഇൻഡിവയ്ക്ക് ഞാൻ വർക്ക് കൊടുത്തായിരുന്നു. ഞാനിവിടെ നാട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് തന്നെ വർക്ക് കൊടുത്തു. അവർ പെർഫെക്റ്റായിട്ട് ഡിസൈൻ ചെയ്ത് തന്നു. അതിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതൊക്കെ ഞാൻ മാറ്റങ്ങൾ വരുത്തി. അതിനനുസരിച്ച് അവരും നമ്മളെ കൂടെ ഫുൾ സപ്പോർട്ടായിട്ട് നിന്നു. അപ്പോൾ എന്നോട് പറഞ്ഞായിരുന്നു, എനിക്ക് നിങ്ങളുടെ പരവസ്ഥയിലെ ഡേറ്റ് നിങ്ങൾ പറയുക, ഫിക്സ് ചെയ്ത് തരിക. അതിന് മുമ്പ് ഒരാഴ്ച മുന്നേ, അതായത് നിങ്ങളുടെ കയർത്താമസം എന്നാണോ അതിന് ഒരാഴ്ച മുന്നേ എനിക്ക് ഫുള്ള് ഫ്രീ ആയിട്ട് വീട് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരാഴ്ച കൊണ്ട് ഞാൻ തീർത്ത് തരും 100%. അപ്പോൾ ഞാൻ ചിന്തിച്ചു, എൻ്റെ ദൈവം ഇതെങ്ങനെ അവർ തീർക്കും? കാരണം വെച്ചാൽ ഒരു മാസം 35 ദിവസമൊക്കെയാണ് ഓരോ കമ്പനികളും പറയുന്നത്. ഇവരെങ്ങനെ ചെയ്ത് തീർത്ത് തരുമെന്ന് എനിക്ക് യാതൊരു അപ്പം ടെൻഷനായിട്ട് ചെയ്ത് തീർത്ത് തരുമോ എന്നുള്ളത്. പക്ഷെ പറയാമല്ലോ, അവരെ ഏൽപ്പിച്ച ദൗത്യം, അതായത് അവരെ ഏൽപ്പിച്ച വർക്ക് അവർ 100% വിശ്വസ്തയോടുകൂടി 100% അവർ ആ ടൈം പീരീഡിനുള്ളിൽ നമുക്ക് ചെയ്ത് തന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക കമ്മ്യൂണിക്കേഷൻ, അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ പക്കയായിരുന്നു. ഒരു വിധത്തിലും നമുക്കൊരു എന്താ പറയുന്ന ഒരു വെറുപ്പ് തോന്നുന്ന രീതിയിൽ ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ പറയുന്ന കാര്യങ്ങൾ അംഗീകരിച്ച് നമ്മുടെ കൂടെ ഫുൾ സപ്പോർട്ടായിട്ട് നമുക്ക് പല വർക്കുകളിൽ, എൻ്റെ വീടിൻ്റെ വർക്കുകളിൽ പല കാര്യങ്ങളും പുള്ളിക്കാരൻ എനിക്ക് അഭിപ്രായങ്ങൾ പറഞ്ഞത്, ഇന്ന പോലെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇത് അത് ചെയ്യുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പുള്ളിക്കാരനെ ബാധിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ പോലും അവർ ഏറ്റെടുത്ത വർക്ക് ചെയ്ത് വൃത്തിയാക്കണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളും വൃത്തിയാകണം അല്ലേ. അതിലും പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് ശ്രദ്ധ ചെലുത്തിയായിരുന്നു. എൻ്റെ വർക്ക് ഞാൻ ചെല്ലുന്ന സമയത്ത് എനിക്ക് ഒന്ന് 3-4 ദിവസം കൂടുമ്പോൾ പുള്ളിക്കാരൻ വരും. എന്നിട്ട് നോക്കും നമ്മുടെ വർക്ക് എവിടം വരെ കംപ്ലീറ്റ് ആയെന്നുള്ളത്. എന്നിട്ട് പുള്ളിക്കാരൻ പറയും, ഒന്ന് പുഷ് ചെയ്യും നമ്മളെ, ഇത് പെട്ടെന്ന് തീർക്കണം കേട്ടോ, ഇന്ന രീതിയിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ തീരില്ല, അതുകൊണ്ട് നിങ്ങൾ ഇച്ചിരൂടെ ഒന്ന് ഫാസ്റ്റ് ആക്കിക്കണമെന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് പുഷ് ചെയ്യുമായിരുന്നു നമ്മളെ. അതുകൊണ്ട് തന്നെ എൻ്റെ വീടിൻ്റെ വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത്, ഇൻറ്റീരിയർ വർക്കും കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് സന്തോഷത്തോടെ നമുക്ക് തിരിച്ചു വരാനായിട്ട് പറ്റി. അതൊന്നാമത്തെ. ഫുൾ ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ നമ്മളെ കമ്മ്യൂണിക്കേഷൻ ഓക്കെയാണ്. ആസ് പെർ നീഡ് അവർ നമുക്ക് ചെയ്തു തരും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടൈം സൂപ്പർവൈസിങ്. അവരുടെ വർക്കേഴ്സിനെ പറ്റി നമ്മൾ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. അവർ വർക്കേഴ്സ് രാവിലെ വരുന്നു, സാധനങ്ങൾ കൊണ്ടുവരുന്നു, ഏതൊക്കെ റൂമിലാണ് വെക്കേണ്ടതെന്ന് അതനുസരിച്ചിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്നു.
അവർ ഒരു 7-8 വർക്കേഴ്സ് ഉണ്ടാവും. അവർ ഓരോരുത്തരും ഓരോ മീൻസ് 4 പേരായിട്ട് മാറിക്കൊണ്ട് ഓരോ സൈഡിൽ അവർ തീർക്കും. അതായത് ഓടി നടന്നല്ല അവർ പണി ചെയ്യുന്നത്. ഒരു റൂമിലെ വർക്ക് അവർ ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ട് മറ്റൊരിടത്തോട്ട് പോകത്തുള്ളായിരുന്നു. അങ്ങനെ അതിൽ ഒരു ശകലം പോലും നമുക്ക് കുറ്റം പറയാൻ വേണ്ടിയിട്ട് പോലും ഒരു കാര്യം അവർ ചെയ്യത്തില്ല. പക്ഷെ അതേപോലെ പെർഫെക്റ്റ് ആയിട്ട് അവർ ചെയ്യുമായിരുന്നു. ഈവൻ എല്ലാ കാര്യങ്ങളും പക്ക സീറ്റിംഗ് ആയിട്ട് പക്ക ക്ലിയർ ആയിട്ട് അവർ ചെയ്തു തന്നു എന്നുള്ളതാണ് അവരുടെ ഒരു ക്വാളിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചില കമ്പനികളുണ്ട്, നമുക്ക് അവർക്ക് ട്രാൻസ്പോർട്ടേഷൻ, ഫുഡ്, വർക്കേഴ്സിന് അക്കോമഡേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊന്നും നമ്മൾ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. അതെല്ലാം അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അവരുടെ വർക്കേഴ്സിന് അവർ നോക്കിക്കോളും. നമ്മളൊന്നും ബോധർ ചെയ്യേണ്ട കാര്യമില്ല. അവർ വർക്ക് ചെയ്ത് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ജസ്റ്റ് പോയി ഒന്ന് നോക്കിയാൽ മതി, ഇതെല്ലാം കറക്റ്റാണോ, എന്തെല്ലാം കാര്യങ്ങൾ, എന്തെങ്കിലും പോരായ്മകളുണ്ടോ എന്നുള്ളതൊക്കെ. അതിനുപോലും അവരൊരു ഇടവച്ചിട്ടില്ലായിരുന്നു എന്നുള്ളതാണ്. ഞാൻ എല്ലാ വർക്കും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എൻ്റെ പേരൻസും അനിയനും എൻ്റെ വീടിൻ്റെ സൂപ്പർവൈസിങ് ചെയ്ത അഖിലേഷ് എന്ന് പറഞ്ഞ ബ്രോയും ഇവരെല്ലാവരും കൂടെ പോയി നമ്മൾ ഓരോന്ന് നോക്കുമായിരുന്നു എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു ഡിഫോൾട്ട് ഉണ്ടോ എന്ന്. പക്ഷേ ഒന്നും നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അത് വേറൊരു കാര്യം. പിന്നെ വെച്ചാൽ നമ്മുടെ പൈസയ്ക്ക് വാല്യൂ വെർത്ത് അനുസരിച്ച് അവർ 100% ഗ്യാരണ്ടിയോടെ അവരുടെ വർക്ക് ചെയ്തു തരും എന്നുള്ളതാണ് ഏറ്റവും വലിയ. അതിന് ഉദാഹരണമാണ് എൻ്റെ വീടിൻ്റെ, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വീടിൻ്റെ വർക്ക് ചെയ്തു തന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇവരുടെ ഒരു വർക്ക്, പുതിയൊരു വർക്ക് ചെയ്തതിൻ്റെ ഒരു വീഡിയോയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക, അവർക്ക് വർക്ക് കൊടുക്കുക. ഞാൻ ഗ്യാരണ്ടിയാണ്, 100% വിശ്വാസത്തോടെ അവർ ചെയ്തു തരും കേട്ടോ. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർ, വീട് വെക്കാൻ താല്പര്യമുള്ളവർ, വീട് വെച്ചുകൊണ്ടിരിക്കുന്നവർ, ഇന്ത്യയിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക. നല്ല വർക്കാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർ സൈറ്റുകൾ പറഞ്ഞു തരും, നിങ്ങൾക്ക് അവിടെ പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ എൻ്റെ വീട്ടിലേക്ക് 100% മീൻസ് എപ്പം വേണം നിങ്ങൾക്ക് വന്ന് എൻ്റെ വീട്ടിൽ ചെയ്തേക്കുന്ന വർക്ക് നിങ്ങൾക്ക് കാണാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് അങ്ങനെയുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളും ഡീറ്റെയിലും നമ്മൾ നിങ്ങൾക്ക് ഇത് ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോസ് കാണുക കേട്ടോ. സ്വപ്നങ്ങൾ ജീവന് മുളച്ച ചിറകുകളാണ്. നിങ്ങളുടെ കൂട്ടിൽ നിങ്ങൾ കണ്ട സ്വപ്നം ഞങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നു. നിങ്ങൾക്കിണങ്ങുന്ന അളവോടെ, നിങ്ങൾ കണ്ട അതേ ഭംഗിയോടെ, ഒരു തയ്യൽക്കാരന്റെ സൂക്ഷ്മതയോടെ ഞങ്ങൾ നെയ്യുന്നു. ഏറ്റവും മികച്ച പണിശാലയിൽ നിങ്ങളുടെ കരുതൽ എവിടെയും ചോരാതെ ഞങ്ങൾ പടുത്തുയർത്തുന്നു നിങ്ങൾ കണ്ട സ്വപ്നം. ഞങ്ങൾ പണിയുകയല്ല, നിങ്ങളുടെ സ്വപ്നം സൃഷ്ടിക്കുകയാണ്. ഇൻഡിവേ ഇന്റീരിയേഴ്സ്, ഇന്നോവേറ്റീവ് ഡിസൈൻസ്, എലഗന്റ് ഇന്റീരിയർ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ വീഡിയോ, ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ എൻ്റെ വീട്ടിൽ ചെയ്ത വർക്ക് കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ കമൻറ്റ് ബോക്സിൽ എൻ്റെ പേരൻസിൻ്റെ നമ്പർ ഞാൻ അയച്ചു തരാം, മീൻസ് ഇട്ട് തരാം. നിങ്ങൾക്ക് സൗകര്യമുള്ള പോലെ നിങ്ങൾക്ക് പോയി കാണാം. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് മറ്റുള്ള ആരിലും നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും വീട് പണിയുന്നുണ്ട്, ഇന്ത്യയിൽ വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതേപോലെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ബെൽ ബട്ടൺ അങ്ങോട്ട് പൊട്ടിച്ചേക്കണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്താ പറയുന്നത്, എൻ്റെ ഈ വീഡിയോ
ഒരു ഉപകാരപ്രദമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം വേറൊന്നുമില്ല ഗൈസ്. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.